ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഐ ടോൾഡ് യു ഡാഷ്. നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. നമുക്ക് തന്നിരിക്കുന്നത് ഐ ടോൾഡ് യു ഡാഷ്. നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിലെ ഓക്സിലിയറി വെർബ്. ഓക്സിലിയറി വെർബ് ഇല്ലായിരുന്നു. ഓക്സിലറി വെർബിൽ വെർബ് കൊടുക്കുക. വെർബ് ടോൾഡ് ആണ്. ഈ ടോൾഡ് പാസ്റ്റ് ടെൻസ് ആണ്. ഇതിന്റെ മൂന്ന് രൂപങ്ങൾ ടെൽ, ടോൾഡ്, ടോൾഡ്. നമുക്ക് ടോൾഡ് പാസ്റ്റ് ടെൻസ് എന്ന രീതിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ആദ്യം എഴുതുന്നത് ഡിഡ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ ടാഗിൽ ഡിഡ് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഇത് ഈ വാചകം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അതായത് യുവർ എന്ന അർത്ഥം വരണമെങ്കിൽ പോസിറ്റീവ്, ഇല്ല എന്ന അർത്ഥം വരണമെങ്കിൽ നെഗറ്റീവ്. ഇതിൽ ഐ ടോൾഡ് യു ഞാൻ നിന്നോട് പറഞ്ഞു യുവ എന്ന അർത്ഥമാണ്, ഇല്ല എന്ന അർത്ഥമല്ല. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ കൂടെ നോട്ട് ചേർക്കണം. നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ഉണ്ടാവും, അത് എടുത്ത് കളയണം. ഇത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ പോസിറ്റീവ് ആകുമ്പോൾ നോട്ട് ചേർക്കണം. നെഗറ്റീവ് ആണെങ്കിൽ ആ നോട്ട് ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. ഇത് പോസിറ്റീവ് ആണ്, അപ്പോൾ നോട്ട് ചേർക്കണം. ഡിഡിന്റെ കൂടെ നോട്ട് ചേർക്കാൻ ഡിഡ് പ്ലസ് നോട്ട് ഡിഡിന്റെ നാവും. ഡിഡിന്റെ എങ്ങനെ എഴുതുക? ഡിഡിന്റെ എൻ ചേർക്കുക, ഡിഡിന്റെ. ഇനി നമ്മൾ ഇന്നത്തെ സബ്ജക്ട് എഴുതുക. സബ്ജക്ട് എന്താണ്? ഐ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിന്റെ ഐ. ഐഡന്റിഫൈ കറക്റ്റ് സ്പെല്ലിംഗ്. നമുക്ക് ഇതിലെ ശരിയായ സ്പെല്ലിംഗ് തിരിച്ചറിയാനാണ് പറയുന്നത്. ഐഡന്റിഫൈ കറക്റ്റ് സ്പെല്ലിംഗ്, ശരിയായ സ്പെല്ലിംഗ് തിരിച്ചറിയണം. ഈ ചോദ്യ പേപ്പറിൽ രണ്ട് വാക്കുകളാണ് ചോദിക്കുന്നത്. ഒന്ന് ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി മൂന്നാല് സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചിട്ടുണ്ട്. അതിൽ ശരിയായ സ്പെല്ലിംഗ് ഇതാണ് ഓപ്പർച്യൂണിറ്റി. OPPORTUNITY ഇതാണ് ഓപ്പർച്യൂണിറ്റി. അതുപോലെ അടുത്ത ഈ ചോദ്യ പേപ്പറിൽ വേറൊരു വാക്ക് കൊടുത്തിരിക്കുന്നത് പ്രിവിലേജ് ആണ്. അത് മൂന്നാല് അക്ഷരങ്ങൾ അവരോട് മാറ്റി ചോദിച്ചിട്ടുണ്ട്. അതിൽ ശരിയായ സ്പെല്ലിംഗ് പ്രിവിലേജ്, PRIVILEGE. ഇതുമായിട്ട് അനുബന്ധമായിട്ട് നമുക്ക് കുറച്ച് വാക്കുകൾ പഠിക്കുക. ഇത് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കുറച്ച് വാക്കുകളാണ് സ്പെല്ലിംഗിൽ. ഒന്ന് മെയിൻ്റനൻസ്, MAINTENANCE മെയിൻ്റനൻസ്. മിസ്ലേനിയസ്, MISCELLANEOUS മിസ്ലേനിയസ്. സെനാറിയോ, SCENARIO സെനാറിയോ. മിസ്റ്റീരിയസ്, MISCHIEVOUS മിസ്റ്റീരിയസ്. മാനേജബിൾ, MANAGEABLE മാനേജബിൾ. അടുത്ത ചോദ്യം ഗിവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഒറ്റ വാക്ക് എഴുതുക, പകരമായിട്ടുള്ള ഒറ്റ വാക്ക് എഴുതുക. നമുക്ക് തന്നിട്ടുള്ളത് വൺ ഹു അറ്റൻഡ് ടു ദി ഡിസീസസ് ഓഫ് ദ ഐ. കണ്ണിന്റെ രോഗങ്ങൾ പരിചരിക്കുന്ന ആള്, കണ്ണിന് വരുന്ന രോഗങ്ങൾ നോക്കുന്ന ആള്, അതിന് ചികിത്സിക്കുന്ന ആള് ആരാണോ അയാളെ നമ്മൾ എന്ത് വിളിക്കും? അതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതിന് നമുക്ക് പറയാം ഒഫ്താൽമോളജിസ്റ്റ് എന്നാണ് പറയുക. നേത്രരോഗ വിദഗ്ധൻ, OPTHALMOLOGIST ഓഫ്താൽമോളജിസ്റ്റ് എന്നുള്ള നേത്രരോഗ വിദഗ്ധൻ. അടുത്ത ചോദ്യം റൈറ്റ് ഓപ്പോസിറ്റ് വേർഡ്, വിപരീത പദം എഴുതാൻ. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഫാക്റ്റ് ആണ്. ഫാക്ട് എന്ന് പറഞ്ഞാൽ വസ്തുത അഥവാ യാഥാർത്ഥ്യം. അതിന്റെ വിപരീതം ഫിക്ഷൻ, സാങ്കല്പികം അല്ലെങ്കിൽ ഭാവനയിലുള്ളത് എന്നർത്ഥം. അപ്പോൾ ഫാക്ടിന്റെ ഓപ്പോസിറ്റ് ഫിക്ഷൻ. അടുത്ത ചോദ്യം ദ ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദെയർ സിസ്റ്റർ ഡാഷ് ഹിയർ. അപ്പോൾ സഹോദരന്മാര്, സഹോദരി. അപ്പൊ അവരുടെ സഹോദരിയുടെ കൂടെ, ടുഗദർ നിൽക്കുന്ന കൂടെ, അവരുടെ സഹോദരിയുടെ കൂടെ സഹോദരന്മാരും ഇവിടെ തന്നെയാണ് എന്നാണ് വരുന്നത്. അപ്പൊ ഈ ടുഗദർ, ഇവിടെ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. ദ ബ്രദേഴ്സ് പറഞ്ഞ സഹോദരന്മാർ, ഇത് ബഹുവചനാണ്, പ്ലൂറലാണ് ഇത്. എന്നാൽ ദെയർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ അത് ഏകവചനാണ്, സിംഗുലറാണ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് പ്ലൂറലും വരുന്നുണ്ട്, സിംഗുലറും വരുന്നുണ്ട്, ബഹുവചനമുണ്ട്, ഏകവചനമുണ്ട്. അപ്പൊ ഈ ടുഗദർ വിത്ത് എന്ന് വരുമ്പോൾ ടുഗദർ വിത്തിന്റെ കൂടെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഇതിന്റെ ആദ്യത്തെ സബ്ജക്റ്റ് എന്താണോ അതനുസരിച്ച് വേണം നമ്മൾ നിർവഹിക്കാൻ. ആദ്യത്തെ ടുഗദർ വിത്ത് വരുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതെന്താണോ അതനുസരിച്ച് വേണം നിർവഹിക്കാൻ. ആദ്യത്തെ സബ്ജക്റ്റ് ഇവിടെ ബഹുവചനാണ്, പ്ലൂറലാണ്. ഇതിലെങ്ങനെയൊക്കെ ഈസ് ഏകവചനമാണ്, ഇത് സിംഗുലറാണ്. ആം ഏകവചനാണ്, സിംഗുലറാണ്. വാസും ഏകവചനം, സിംഗുലറാണ്. ഇത് മാത്രമാണ് പ്ലൂറൽ വരുന്നത്. അപ്പോൾ ഉത്തരം എന്താ പറയുക? ദ ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദെയർ സിസ്റ്റർ ആർ ഹിയർ. ഉത്തരം ആണ്. അടുത്ത ചോദ്യം സിംഗിൾ ദ ഓഡ് വൺ ഔട്ട്. സിംഗിൾ ദ ഓഡ് വൺ എന്ന് പറയുമ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടത്, വേറിട്ട് നിൽക്കുന്നത്. നമ്മൾ ഇതിൽ ഒറ്റയാനെ കണ്ടുപിടിക്കണം. സിംഗിൾ ദ ഓഡ് വൺ ഔട്ട്, ഇതിൽ വേറിട്ട് നിൽക്കുന്നത് കണ്ടുപിടിക്കണം. പ്ലെയിൻ ഇറക്ക് പറഞ്ഞാൽ തകരുക അല്ലെങ്കിൽ നശിക്കുക. അപ്പൊ പ്ലെയിൻ പറഞ്ഞാൽ പ്ലെയിൻ തകർന്നു പോവുക, കാർ തകർന്നു പോവുക, ഷിപ്പ് തകർന്നു പോവുക, ട്രെയിൻ തകർന്നു പോവുക. ഈ പ്രത്യേകത എന്താ വെച്ചാൽ ഈ റക്ക് എന്ന വാക്ക് ഷിപ്പിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. കപ്പൽ തകരുന്നതിനാണ് നമ്മൾ ഷിപ്പ് റക്ക് എന്ന് പറയുക.
അപ്പൊ ഇതിന് ഉത്തരം ഷിപ്പ്രാക്ക് ആണ്. ഉദാഹരണമായിട്ട് പ്ലെയിൻ തകർന്നു പോവാണെന്ന് നമ്മൾ എന്താ പറയുക? പ്ലെയിൻ ക്രാഷ് എന്ന് പറയുന്നത്. പ്ലെയിൻ ക്രാഷ് എന്നാ പറയുക. അപ്പൊ ഇതിന് ഉത്തരം കോഡ് 1 ഏതാണ്? ഷിപ്പ്രാക്ക്. പിക്ക് ഔട്ട് സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ. വേണ്ട പ്രപ്പോസിഷൻ എടുത്ത് നമുക്ക് ഫിൽ ചെയ്യണമെന്ന്. ഐ ആം അക്കസ്റ്റംഡ് ഡാഷ് ഹാർഡ് വർക്ക്. അതായത് എനിക്ക് ശീലമുണ്ട്, പരിചയമുണ്ട് എന്നർത്ഥം ഈ അക്കസ്റ്റംഡ് പറഞ്ഞു. എന്ത്? എനിക്ക് കഠിനാധ്വാനം ചെയ്ത് ശീലമുണ്ട് എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ഇവിടെ നമുക്ക് തന്ന പ്രപ്പോസിഷൻസ് വിത്ത്, എബൌട്ട്, ടു. ഇംഗ്ലീഷിന് ചില വാക്കുകളുടെ കൂടെ ചില പ്രപ്പോസിഷൻസ് ഉപയോഗിക്കുന്നു. അങ്ങനെ അക്കസ്റ്റംഡിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് ടു എന്ന പ്രപ്പോസിഷൻ. അക്കസ്റ്റംഡ് ടു എന്ന് ഉപയോഗിക്കുന്നത്. എന്താണ് അക്കസ്റ്റംഡ് ടു? എനിക്ക് പരിചയമുണ്ട്, എനിക്ക് ശീലമുണ്ട്. എനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ശീലമുണ്ട് എന്നാണ് ഉത്തരം. മിഥുൻ ഹാസ് എ ഡാഷ് ഓഫ് ഡോക്ടേഴ്സ്. മിഥുൻ ഹാസ് എ ഡാഷ് ഓഫ് ഡോക്ടേഴ്സ്. ഇതിൽ അർത്ഥം വരുന്നത് മിഥുന് ഡോക്ടർമാരിൽ അത്ര വിശ്വാസം പോരാ. മിഥുന് ഡോക്ടർമാരിൽ അത്ര വിശ്വാസം പോരാ എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസം ഇല്ലായ്മ. വിശ്വാസം, ഈ ട്രസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വിശ്വസിക്കുക എന്നർത്ഥം. അതിന്റെ വിപരീതം വരണം, വിശ്വാസം ഇല്ലായ്മ എന്ന് വരുന്നത്. സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ ശരിയായ രൂപം എഴുതണം. ട്രസ്റ്റിന്റെ ശരിയായ രൂപം ഇവിടെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിപരീതമാണ് വേണ്ടത്. അപ്പോൾ ട്രസ്റ്റിന്റെ വിപരീതം ഡിസ് ട്രസ്റ്റ് ആണ്. ഉത്തരം ഡിസ് ട്രസ്റ്റ്, അവിശ്വാസം. അടുത്ത ചോദ്യം, യൂസ് എ ഫ്രേസൽ വെർബ്. ഉചിതമായ ഫ്രേസൽ വെർബ് ചോദിക്കണം. വാചകം, he does not dash any misbehavior in his class. അയാൾ തന്റെ ക്ലാസ്സിൽ ഒരു മിസ്ബിഹേവിയറും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ വെച്ചു പൊറപ്പിക്കില്ല, സഹിക്കില്ല. മിസ്ബിഹേവിയർ ഒന്നല്ലാത്ത പെരുമാറ്റം, ചീത്തയായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ അദ്ദേഹം, ടീച്ചറായിരിക്കും, അദ്ദേഹം തന്റെ ക്ലാസ്സിൽ ഒരു മിസ്ബിഹേവിയർ അംഗീകരിക്കില്ല, വെച്ചു പൊറപ്പിക്കില്ല, അല്ലെങ്കിൽ സഹിക്കില്ല. അതിനുള്ള ഫ്രേസൽ വെർബ് ഉത്തർപ്പിത്താണ്. ഉത്തർപ്പിത്ത് സഹിക്കുക, അല്ലെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ വെച്ചു പൊറപ്പിക്കുക. ഉത്തരം ഉത്തർപ്പിത്ത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൈമാ ഫേസി? പ്രൈമാ ഫേസി എന്നുള്ളതിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം അറ്റ് ഫസ്റ്റ് വ്യൂ, അതായത് പ്രഥമ ദൃഷ്ട്യ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ. എന്താണ് പ്രൈമാ ഫേസി എന്നുള്ളതിന്റെ അർത്ഥം? അറ്റ് ഫസ്റ്റ് വ്യൂ, പ്രഥമ ദൃഷ്ട്യാൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. അറ്റ് ഫസ്റ്റ് വ്യൂ.